കാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി നബി പറഞ്ഞു എന്നിട്ടാണ് റിപ്പോർട്ടുള്ളത്, ബുഖാരിയിലാട്ടോ. മൻ തസബ്ബഹ കുല്ല യൗമിൻ സബ്അ തംറാത്തിൻ അജ്വ. ഒരാള് ഒരു ദിവസം രാവിലെ 7 അജ്വാ കാരക്ക തിന്നാൽ. അജ്വ എന്ന് പറഞ്ഞാല് മദീനയിൽ ഹജ്ജിന് മക്കത്തെ ഹജ്ജിന് പോയ ആളുകളൊക്കെ മദീനയിൽ ചെല്ലുമ്പോഴത്തെ അജ്വേൻ ഇട്ടോ എന്നിങ്ങനെ പറഞ്ഞപ്പോഴും വിൽപ്പന നടത്തി. ഒരാള് അജ്വ കാരക്ക തിന്നാൽ 7 എണ്ണം എന്നും രാവിലെ, ലം യദുറുഹു ഫീ ദാലിക്കൽ യൗം, ആ ദിവസം അയാളെ ഉപദ്രവം ഏൽപ്പിക്കുകയില്ല. സുമ്മുൻ വലാ സിഹ്റുൻ, വിഷവും അയാളെ ഏൽക്കുകയില്ല, സിഹ്റും അയാൾക്ക് ബാധിക്കൂല എന്നാണ് ബുഖാരി ഉദ്ധരിച്ചതാണ്. അപ്പം അജ്വ കാരക്ക തിന്നാൽ ഓൻ എന്ത് ഏൽക്കൂല? ഓന് വിഷമേൽക്കൂല, ഓന് സിഹിറും ബാധിക്കും. സിഹിർ ഫലിക്കും എന്ന് പറയണോല് ഉദ്ധരിക്കുന്ന ഹദീസ. പക്ഷെ ഇതില് ദാലിക്കൽ യൗമ സുമ്മുൻ വലാ സിഹിർ എന്നുള്ളോടത്ത് സുമ്മും എല്ലാ ഉമ്മും സിഹിർ ബാധിക്കൂല, അത് വായിച്ചു കൊടുക്കൂല, സിഹിർ ബാധിക്കൂല. അപ്പൊ സിഹിർ ബാധിക്കുന്നുള്ളതുകൊണ്ടല്ലേ എന്നാ നമ്മളൊരു കാര്യം ചെയ്താൽ മതി. നമുക്കൊരു ബുദ്ധി ഉണ്ടല്ലോ, അജ്വ കാരക്ക കൊടുക്കുക, 7 എണ്ണല്ല, ഒരു 14 തന്നെ കൊടുക്കാം, 21 തന്നെ കൊടുക്കുക, ഒന്ന് ഊക്ക് കൂടിക്കോട്ടെ, എന്നിട്ട് ഓന് കുറച്ച് കുരുടാൻ കൊടുക്കുക. ഹദീസിലുള്ളതാണ്, ബുഖാരി ഉദ്ധരിച്ചതാണ്. അപ്പൊ അജ്വ കാരക്ക കൊടുക്കുക, എന്നിട്ട് വിഷം കൊടുക്കുക, കുടിക്കുക. കാരണം ഹദീസിലുള്ളതാണ്. ഓനെന്ത് ചെയ്യൂല? വിഷം സിഹിർ ബാധിക്കുമല്ലേ എന്നുള്ളത് അവിടെ വെക്കട്ടെ, വിഷം ബാധിക്കുന്ന റസൂലുള്ളാഹി പറഞ്ഞല്ലോ, വിഷം ഏൽക്കൂല എന്നാണ്. അവന് വിഷം കൊടുക്കുക ധൈര്യമായിട്ട്. ഈ കൂട്ടത്തിൽ ആരാണ് കുടിക്കാനുള്ളതെന്ന് നമുക്കൊന്ന് കാണണം. അജ്വ കാരക്ക തിന്നിട്ട് അത് നമ്മൾ ഫ്രീ കൊടുക്കാം, നമ്മളെ വക ഓസി, എന്നിട്ട് കുപ്പി നമ്മളെ വക ഫ്രീ കൊടുക്കാം. പക്ഷെ ആത്മഹത്യക്കും കൊല ഇതിനും കുറ്റം ഉണ്ടാകാൻ പാടില്ല, ഒക്കെ എഴുതി തയ്യാറാക്കിയിട്ട് വേണം. എന്നിട്ട് മരിക്കുമല്ലേ എന്നുള്ളത് നോക്കുക. ഹദീസാണ്, ഖുർആനോ ഹദീസാണ്, ബുഖാരിയാണ്. അങ്ങനെ ഈ വിഷയത്തിലും പറഞ്ഞ ബുഖാരിയ പറഞ്ഞത് കുടിച്ചൂടടാ, ബുഖാരിയ പറഞ്ഞത് കൊടുക്കോന്, ബുഖാരിയ പറഞ്ഞത് കൊടിക്കട്ടെ എന്നാ ഒന്ന് കാണാലോ. അപ്പൊ ഇതെന്താണ്? ഈ മാനദണ്ഡം വെച്ച് നമ്മൾ നേരത്തെ വെച്ച മാനദണ്ഡ പ്രകാരം ഇത് സ്വീകരിക്കാൻ പാടുണ്ടോ അല്ലേ? അവിടെ നിൽക്കട്ടെ, അടക്കട്ടെ.